ഒരടിയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അത് സിനിമ കേരളയിൽ ചർച്ചാ വിഷയമാകുന്നു. രണ്ട് മുതിർന്ന നടിമാർ തമ്മിലുള്ള തല്ലെന്ന് വെച്ചാൽ സിനിമയെ വെല്ലുന്ന തല്ല്. അതാണ് നടന്നിരിക്കുന്നത്. രണ്ട് മുതിർന്ന നടിമാരും ആശുപത്രിയിലാണ്. രണ്ടുപേരും വിട്ടുകൊടുത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല്ലി. ഈ പിടിച്ചു മാറ്റാൻ വന്നവർക്കും കിട്ടി അടി എന്നാണ് കരക്കമ്പി. എന്തായാലും സംഭവം നടന്നത് ഭാവചിത്ര ജയകുമാർ നിർമ്മിക്കുന്ന ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിന്റെ സെറ്റിൽ വെച്ചാണ്. ഈ സീരിയലിന്റെ സെറ്റിൽ വെച്ചാണ് മുതിർന്ന നടിയായ നമ്മുടെ രഞ്ജിനി, ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ താരമായി മാറിയ രഞ്ജിനിയും സജിത ബേട്ടിയും തമ്മിൽ അടി നടന്നത്. സജിത ബേട്ടി കലാഭവൻ മണിയുടെയൊക്കെ പല ചിത്രങ്ങളിലും നായികയായിരുന്നു. അടി നടന്നതിന് കാരണം മറ്റൊന്നുമല്ല, ഞങ്ങൾ ബന്ധപ്പെട്ട ഈഗോ ക്ലാഷാണ്. രണ്ടുപേരും കൂടെ ഡയലോഗ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കണ്ടു. ആ ഡയലോഗിന് ഇടയിൽ രണ്ടുപേരുടെ അച്ഛനമ്മമാർക്ക് അർച്ചന നടത്തി. പിന്നെ അങ്ങോട്ട് അടിയായിരുന്നു. രഞ്ജിനിയുടെ കരണത്ത് സജിത ബേട്ടി ഒറ്റയാടി. സജിത ബേട്ടിക്ക് ഒരു ചവിട്ട്. രഞ്ജിനിയുടെ ആ ഭീമാകാരമായ ശരീരം ഉണ്ടെങ്കിലും ആ കാൽ ഉയർത്തിപ്പിടിച്ച് ഒരു ചവിട്ടം കൊടുത്തു. ചവിട്ടിയത് സജിത ബേട്ടിയുടെ അടിവയറ്റ്. മൂത്രമൊഴിക്കാൻ കഴിയാതെ ഇപ്പോ ആശുപത്രി കിടക്കുകയാണ് സജിത ബേട്ടി. രഞ്ജിനിക്ക് സജിത ബേട്ടി കൊടുത്ത അടിയിൽ മൂക്കിനൽപ്പം ചതവ് പറ്റുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. ഇതോടെ അവരും ആശുപത്രിയിലായി. ഇപ്പൊ ഈ സീരിയല് ഭാവചിത്ര ജയകുമാർ, ഭാവചിത്ര ഒരുപാട് സിനിമകൾ നിർമ്മിച്ച ഒരു കമ്പനിയാണ്. ഈ സീരിയൽ ഇപ്പോ നിന്നിരിക്കുന്നു. കാരണം ഈ രണ്ടുപേരും ആശുപത്രിയിലായതുകൊണ്ട് തുടരാൻ പറ്റുന്നില്ല. മാത്രമല്ല ഈ സീരിയലിൽ അഭിനയിക്കുന്നവരെല്ലാം ഈ സ്റ്റണ്ട് മൊബൈലിൽ അങ്ങ് പകർത്തുകയും ചെയ്തു. മൊബൈലിൽ പകർത്തി അവർ സോഷ്യൽ മീഡിയ വഴി അങ്ങ് വൈറലാക്കുകയും ചെയ്തു. ഇപ്പോ ഭാവചിത്ര ജയകുമാർ അറിയിച്ചതനുസരിച്ച് ഈ സ്റ്റണ്ട് രംഗങ്ങൾ, ഈ രണ്ട് രഞ്ജിനിയും സജിത ബേട്ടിയും തമ്മിലുള്ള സ്റ്റണ്ട് രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള തത്രപ്പാടിലാണ് പ്രചരിപ്പിച്ച താരങ്ങളും മറ്റും. ഈ നന്നായി പൊയ്ക്കൊണ്ടിരുന്ന ഒരു സീരിയലായിരുന്നു ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്ന് പറയുന്നു. ഞാൻ അടുത്ത കാലത്തായി സീരിയലുകൾ അങ്ങനെ കാണാറുമില്ല. അത്യാവശ്യം സീരിയൽ സെറ്റുകളിൽ റിപ്പോർട്ടിന് പോകാറുണ്ട്. ഈ സംഭവം നടന്നത് വെള്ളായണിയിലാണ്. വെള്ളായണിക്ക് അടുത്തൊരു വീടുണ്ട്. സീരിയലുകാർ സ്ഥിരം ലൊക്കേഷനാക്കുന്ന ഒരു വീട്. അതൊരു NRIയുടെ വീടാണ്. അവിടെ വെച്ചാണ് രണ്ടും കൂടെ അടികൂടിയത്. രണ്ടും വിട്ടുകൊടുത്തില്ല. എന്തായാലും അടിവയറ്റിൽ ചവിട്ടേറ്റ നടിയും മൂക്കിന്റെ പാലം തകർന്ന നടിയും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഇരുവരും പോലീസ് സ്റ്റേഷനിൽ ഇതുവരെയ്ക്കും പരാതി നൽകിയിട്ടില്ല എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞത്. ഇരുവരും തമ്മിലുള്ള അടി ഇപ്പോ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. ഈ സജിത ബേട്ടിയും ചിത്രത്തിലെ നായിക, മോഹൻലാലിന്റെ ചിത്രത്തിലെ നായിക രഞ്ജിനിയും ഒക്കെ ഭാരിച്ച പ്രതിഫലം വാങ്ങിയാണ് സീരിയൽ അഭിനയിക്കുന്നത്. അവർക്ക് നല്ല പ്രതിഫലം കൊടുത്താലേ അവർ വരത്തുള്ളൂ. ഈ ഭാവചിത്ര ജയകുമാർ പാവം സീരിയലിന്റെ ലാഭനഷ്ട കണക്കുകളൊന്നും നോക്കാതെ ഭാരിച്ച പ്രതിഫലമാണ് കൊടുക്കുന്നത്. ഈ ഭാരിച്ച പ്രതിഫലം വാങ്ങിയിട്ട് എന്തിനാണ് ഈ സെറ്റ് കിടന്ന് അലമ്പാക്കിയത് എന്നാണ് സിനിമാ കേരളയ്ക്ക് ചോദിക്കാനുള്ളത്. സെറ്റ് അലമ്പാക്കി മാറ്റി. രണ്ടുപേരും പരിക്കുകളോടെ ആശുപത്രിയിലുണ്ട്. പോലീസിന് മുമ്പിൽ ഇരുവരും പരാതി പറഞ്ഞിട്ടില്ല, അത് ഭാഗ്യം. പക്ഷെ സീരിയൽ ഏകദേശം ഒരവസ്ഥയിലാവുകയും ചെയ്യും.